നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജിനീഷ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അവർകൾ, ബഹുമാനായ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉദയഭാനു സിംഗ് അവർകൾ, ബഹുമാനായ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട വൈസ് വർക്കിംഗ് പ്രസിഡന്റുമാർ എം പി അനിൽകുമാർ അവർകൾ, പ്രിയങ്കരനായിട്ടുള്ള ഷാഫി പറമ്പിൽ അവർകൾ, പ്രിയപ്പെട്ട മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന പ്രിയപ്പെട്ട നേതാവ് കെ എസ് ശബരിനാഥൻ അവർകൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ കെ എസ് ഗോപകുമാർ, കെ പി ശ്രീകുമാർ, ലക്ഷ്മി ചേച്ചി, യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ട അബിൻ, അതുപോലെ തന്നെ കെ എം അഭിജിത്ത്, അതുപോലെ തന്നെ ശ്രീലാൽ, ജോമോൻ, വിഷ്ണു ഉൾപ്പെടെയുള്ള ജിൻഷാദ് ഉൾപ്പെടെയുള്ള പുഷ്പലതയും ശ്രാവണം ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇതിന് മുന്നിലിരിക്കുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു സംഘടനാ ദൗത്യം, വർക്കിംഗ് പ്രസിഡന്റ് എന്ന സംഘടനാ ദൗത്യം സംഘടന എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു അസാധാരണമായ സമയത്ത് കഴിഞ്ഞ 20 വർഷക്കാലമായി കേരളത്തിലെ വിദ്യാർത്ഥി യുവജന രംഗത്ത് ഞാൻ ചെറുതും വലുതുമായ ഒരുപാട് സംഘടനാ ദൗത്യങ്ങൾ എനിക്ക് സംഘടന നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് തന്നെ സംഘടനാ ചുമതല നൽകിയിട്ടുള്ളത്. അത് ഇന്നലകളിൽ ഞാൻ ഈ സംഘടനയോട് കാണിച്ചിട്ടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടും, അല്ലെങ്കിൽ ഇന്നലകളിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വളരെ കൃത്യമായി തന്നെ നീതിപൂർവം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് വേണ്ടി നിർവഹിക്കുമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ അധ്യക്ഷനും അതുപോലെ തന്നെ അബിനുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇന്നലകളിൽ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ താഴെത്തട്ടിലേക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയുന്നത് നമ്മൾ വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെന്ന് പറയും. ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലില്ലാത്തതിന്റെ പേരിലോ കേന്ദ്രത്തിൽ അധികാരത്തിലില്ലാത്തതിന്റെ പേരിലോ ഉള്ള പ്രതിസന്ധി അല്ല നമുക്കുള്ളത്. ഈ രാജ്യം നേടിയെടുത്ത ഒരു ജനാധിപത്യ മതേതര സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ മുഴുവൻ ഭരണകൂടം തന്നെ വളരെ ബോധപൂർവം അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തിലൂടെയാണ് ഈ രാജ്യം കടന്നുപോകുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണ് വർഗീയതയ്ക്കെതിരെ വലിയ നിലപാടുകൾ എടുക്കുന്നത് നിരന്തരമായി പറഞ്ഞു. രഹസ്യമായി അവർ സന്ധി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇന്ന് കേരളത്തിന്റെ ജനങ്ങളോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പണത്തിന്റെ പേരിൽ, PM ശ്രീ പദ്ധതിയുടെ പേരിൽ പരസ്യമായി പോലും ഞങ്ങൾ സന്ധി ചെയ്യുവാൻ, വർഗീയതയോട് സന്ധി ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പറയുന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളാണ് ഇതിനെ ചെറുക്കേണ്ടത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളടക്കമുള്ള ചെറുപ്പക്കാരാണ് ഇതിനെ ചെറുക്കേണ്ടത്. ഇന്നലെ ചെറുത്തിട്ടുണ്ട്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്ന സംഘടനയായിരുന്നു, അല്ലെങ്കിൽ നേതൃത്വത്തോടും സമൂഹത്തോടും ചോദ്യം ചെയ്യുവാൻ നിരന്തരം കരുത്തുള്ള സംഘടനയായിരുന്നു. പുതിയ കാലഘട്ടത്തിലെ സംഘടനാ പ്രവർത്തനത്തിന്റെ ശൈലിയോ അല്ലെങ്കിൽ രീതികളെയോ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ശീലിക്കേണ്ടതുണ്ട്, നാളെ ശീലിക്കുകയും ചെയ്യും. പക്ഷേ നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതും ദൃശ്യമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിനപ്പുറത്ത് ഇന്നലകളിൽ ഈ സംഘടന നിലനിന്നത് താഴെത്തട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ്. പ്രാദേശിക തലങ്ങളിൽ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് വലിയ കരുത്ത് ഇന്നലകൾ ഉണ്ടായിട്ടുണ്ട്. പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുത്ത് ചെറുപ്പക്കാർ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവർ ഒരുപക്ഷെ വിസിബിലിറ്റി ഉണ്ടാകണമെന്നില്ല, അവർക്ക് ഒരുപക്ഷെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകണമെന്നില്ല. അത്തരത്തിലുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ സംഘടന തീരുമാനിച്ചാൽ ഒരു തർക്കവുമില്ല, ഈ കേരളത്തിലെ ഏത് ഗവൺമെന്റിനെയും അട്ടിമറിക്കുവാനുള്ള കരുത്ത് കേരളത്തിലെ ഈ ചെറുപ്പക്കാർക്ക്, ഈ യുവജന സമൂഹത്തിനുണ്ട് എന്ന് ഉറക്കെ പറയാൻ കഴിയും. ഇന്നലകളിൽ ബഹുമാന്യായ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ, അതിനു മുമ്പ് വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ, അതിനു മുമ്പ് ഡീന്റെ നേതൃത്വത്തിൽ ഒരു സമരം അല്ലെങ്കിൽ ഒരു സംഘടന, ഒരു പരമ്പരയാണ്. അതിനിവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പുസ്തകം അടയ്ക്കുന്ന പോലെയല്ല, താളുകൾ മറിക്കുന്ന പോലെ തന്നെയാണ് സംഘടന. ഇന്നലകളിൽ സമര സംഘടനയായി, സാംസ്കാരിക സംഘടനയായി, അല്ലെങ്കിൽ സേവന സന്നദ്ധതയോടുകൂടി നിന്ന യൂത്ത് കോൺഗ്രസ്
ഒരു മെയ്യോടെ, ഒരു മനസ്സോടെ കേരളത്തിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്കൊരു ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള സേവന സമര സാംസ്കാരിക മനസ്സോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു തർക്കവുമില്ല, കേരളത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കുവാൻ നമ്മളായിരിക്കും മുൻപന്തിയിൽ ഉണ്ടാകുന്നത്. അതിന് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും നിങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹത്തിന്റെ പിന്തുണയ്ക്ക് ഒരുപാട് മാധ്യമങ്ങൾ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ 20 വർഷത്തെ സംഘടനാ പ്രവർത്തനത്തെ വളരെ മോശമായി ബോധപൂർവം ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ബിരുദധാരിയല്ല എന്ന് പോലും പറയുന്ന വാർത്തകൾ കണ്ടു. ഒരുപക്ഷെ ഞാനിത് പറയണമെന്ന് വിചാരിച്ചതല്ല. പാഠപുസ്തക സമരത്തിൽ എന്റെ ഇടത് കണ്ണിന് പരിക്കേറ്റ് 1 വർഷത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞാണ് അന്നത്തെ KSP ജില്ലാ പ്രസിഡന്റ് എക്സലന്റ് ഇവിടെ ഇരിപ്പുണ്ട്. 1 വർഷത്തോളം എത്രയോ ക്രൂരമർദ്ദനങ്ങൾ, വിവരാവകാശ നിയമപ്രകാരം കേരളത്തിലെ ഏത് മാധ്യമ പ്രവർത്തകനും എന്റെ പേരിൽ എത്ര കേസുണ്ട് എന്ന് ഒന്ന് വിവരാവകാശം കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിനൊന്നും പരാതിയില്ല. കാരണം വളരെ ബോധപൂർവമാണ്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് ഇവർ പറയാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ചകൾ നടക്കുമ്പോൾ ബോധപൂർവം പേരാമ്പ്രയിൽ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലിനെ ആക്രമിക്കുന്നു. എന്നിട്ടോ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ് അങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നു. എന്തിനു വേണ്ടി? നിങ്ങൾ മനസ്സിലാക്കണം, മെസ്സി വരുന്നില്ല എന്ന് പറയുന്നത് പോലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് വിശ്വസിക്കണം. നമ്മൾ വളരെ ബോധപൂർവം ഈ രാഷ്ട്രീയത്തെ, ഈ കവട അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് വൃത്തികേടിനെ മറച്ചു വെക്കുവാനാണ് ഇത്തരത്തിലുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഴ്ചകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് വഴിമാറി പോകാതിരിക്കുവാൻ നമ്മൾ ജാഗ്രത പാലിക്കണം. ഒരു തർക്കവുമില്ല. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അനുകൂലമായ, UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അതിനെ നമുക്ക് എല്ലാവർക്കും കൂടി സമര സംഘടനയാക്കി യൂത്ത് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച് ഈ കേരളത്തിൽ അത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെടുത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയാഭിവാദം നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി, നമസ്കാരം.